ബസ്സിൽ കയറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് വാഹനത്തിൽ കയറ്റി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യും. യാത്ര അവസാനിക്കുന്നത് രാത്രി 3 മണിക്കൊക്കെയാണ്. ഒരുപാട് ഏരിയകളിൽ ഞങ്ങൾ യാത്ര ചെയ്ത് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഒരുപാട് മനുഷ്യരോട് ഈ സങ്കടം പറഞ്ഞപ്പോൾ ഏറ്റെടുത്തവർ, കൂടെ നിന്നവർ, സപ്പോർട്ട് ചെയ്തവർ, അതായി മനോഹരമായ സൗദം. അതുകൊണ്ട് തന്നെ നൗഷാദ് ബാക്കി ഉസ്താദിൻ്റെ പ്രസംഗങ്ങൾ ശ്രമിക്കുമ്പോൾ എല്ലാ സ്പീച്ചിലും പറയുന്നൊരു വർത്തമാനമുണ്ട്. സ്നേഹസാഗരത്തിന് വേണ്ടി നാട്ടിലും മറുനാട്ടിലും കൂടെ നിന്നവർ, ആ ഒരു 2 വരി ചേർക്കാത്തൊരു പ്രാർത്ഥനയും കടന്നു പോയിട്ടില്ല. അങ്ങനെയാണ് ഇതിങ്ങനെ ഉണ്ടായത്. ഏകദേശം 4 കോടി റുപ്യോളായി. നമ്മൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയല്ലോ, ജനറേറ്റർ ഇല്ല ഇവിടെ. ഞാൻ തൻസീറിനോട് ചോദിച്ചു, എന്താ കറണ്ട് പോയപ്പോൾ ഉടനെ വരുമല്ലോ, നമ്മൾ സൗണ്ട് കേൾക്കുമല്ലോ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. എന്നോട് ഇല്ല, സെൻട്രൽ AC ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. 2.25 ലക്ഷം റുപ്യ മാസം കറണ്ട് ബില്ല് കെട്ടണമെന്ന് ഒരാൾ പറയുമ്പോൾ 2.25 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ജനറേറ്റർ വാങ്ങാം, കറണ്ട് പോകുമ്പോൾ കത്തിക്കാം. അത് വാങ്ങാനില്ല കയ്യിൽ. ഒരു മനുഷ്യന്റെ ഓട്ടം. ആളുകൾ പറയും 40,000, 50,000, 1 ലക്ഷം റുപ്യ ആഡംബര റൂം, ടിക്കറ്റ് വേറെ, തൻസീറിന് വേറെ ടിപ്സ്, 40,000 വോൾട്ട് മൈക്ക് വേണം. ആരെ പറഞ്ഞുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. നൗഷാദ് ബാക്കി ഉസ്താദിന്റെ ഡേറ്റ് ഒരുപാട് ആളുകൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുമ്പോൾ സംഘാടകർ ചോദിക്കൂ, എന്താ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, 10,000 റുപ്യ വണ്ടിക്ക് എണ്ണടിക്കണ്ടേ? അപ്പോൾ അവർ പറയും ശരിയാ. 2 ദിവസത്തേക്ക് തൻസീറിന് 2,000 റുപ്യ വെച്ചിട്ട് അവൻ്റെ കുടുംബം കഴിയാനൊരു 4,000 റുപ്യ കൊടുക്കണ്ടേ? അതും ശരിയാ. തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ വെള്ളം കുടിച്ചിട്ട് 1,000 റുപ്യ പോവില്ല, അതും ശരിയാ. അപ്പത്തിലായി 15,000. നിങ്ങൾക്കൊരു 30,000 റുപ്യ കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കാം. ഈ സാറ് ഇന്നവരെ എന്നോട് പറഞ്ഞിട്ടില്ല, സിക്ക നിങ്ങൾ 30,000 വാങ്ങിത്തരണം, നിങ്ങൾ 25,000 വാങ്ങിത്തരണം, നിങ്ങൾ അവരോട് 50 പറയണം. ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു വണ്ടിയുടെ ഫോർച്യൂണർ ആണെങ്കിൽ അത്, ഇന്നോവയാണെങ്കിൽ അത്, അതിൻ്റെ മുകളിൽ ഞാനൊക്കെ ഗ്ലാസ് വെക്കുന്നൊരു ഇതുണ്ട് കേട്ടോ, അതിങ്ങനെ തുറന്ന് അതിലേക്ക് അങ്ങ് തള്ളും. എല്ലാം ഇവിടെ കൊണ്ടിടും, എണ്ണി നോക്കാറില്ല. നേരെ ഇവിടെ വന്ന് ഇവിടെ കൊടുക്കും. അങ്ങനെ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത്. മനുഷ്യൻ ഇങ്ങനെ ഓടുക. 80 മനുഷ്യരുണ്ട് ഇവിടെ, വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ മനുഷ്യർ. നിങ്ങളോട് നന്ദി പറയാനുണ്ട് എനിക്ക്. നേരത്തെ രാവിലെ പറഞ്ഞു, എൻ്റെ സൗണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ നാരിയത്ത് സലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ അല്ലാഹു തആല തിരിച്ചു തന്നു. മറ്റേ ഇപ്പം വലിയ കുഴപ്പമില്ലല്ലോ, അത് ഇവിടുത്തെ ഒരു കറാമത്തും കൂടിയാണ്. വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ മനുഷ്യർ, ആരുമില്ലാണ്ടായി പോയവർ, ചിതലരിച്ചും പുഴുവരിച്ചും വെറുംപരിച്ചും ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും റോഡ് വക്കിലും മരിച്ചിട്ട് പോലും മനുഷ്യൻ അറിയാതെ പോയവർ. 2-3 ദിവസം കഴിയുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ദുർഗന്ധം മൂക്കിലോട്ടടിക്കുമ്പോൾ ആളുകൾ ചെന്ന് നോക്കുമ്പോൾ ഏതോ ഒരു മനുഷ്യനിങ്ങനെ കിടക്കുന്ന അറിയുന്നില്ല ആരാ. ഏതെങ്കിലും പൊതുശ്മശാനത്തിലോ ഇലക്ട്രിക് ശ്മശാനത്തിലോ കൊണ്ടുപോയി കരിച്ചു കളയും, ദഹിപ്പിച്ചു കളയും. പേരറിയാതെ മരിച്ചുപോയ ഒരുപാട് മനുഷ്യർ. ആരുമില്ല. സമ്പന്നതയിൽ ജീവിച്ചവരാ, വലിയ തറവാട്ടുകാരാ, വലിയ കുടുംബക്കാരാ, എല്ലാം ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇല്ലാണ്ടായി. മുന്നിൽ വലിയ ശൂന്യത വന്നു. അങ്ങനെയുള്ളവരായി ഇരിക്കുന്നവരൊക്കെ. അവർക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല, അവർ വലിയ സ്വപ്നങ്ങളുമില്ല. ശിഷ്ടജീവിതം, നല്ല ഒരിടത്തു നിന്ന് മരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അവിടെ ജാതിയില്ല, മതമില്ല, കൊടിയും നിറമൊന്നുമില്ല.